ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1000 രൂപയ്ക്കുള്ള ഗൃഹോപകരണങ്ങൾ, നന്ദിലത് ജി മാർട്ടിന്റെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം. ഗീർ വനങ്ങൾ എവിടെയാണ്? ഓപ്ഷൻസ് പ്ലീസ്. എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി മഹാരാഷ്ട്ര, ഡി മധ്യപ്രദേശ്. യുവർ ടൈം ബിഗിൻസ്. എ ഗുജറാത്ത്. എ ഗുജറാത്ത്. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എ ഗുജറാത്ത്. കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഗീർവനങ്ങൾ എവിടെയാണെന്നും എല്ലാം? ടീച്ചറായതുകൊണ്ട് നല്ല കണക്ക് ടീച്ചർ, മാത്സ് ടീച്ചറാണ്. എങ്കിലും ഗീർവനങ്ങൾ ഗുജറാത്തിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അല്ല പെട്ടെന്ന് തന്നെ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പച്ചക്കുതിരയോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഏ ഗുജറാത്ത് ശരിയായ ഉത്തരം. സസൻ ഗീർ എന്ന പേരിലും ഗീർവനങ്ങൾ അറിയപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. ഗുജറാത്തിലെ ജുനഗഡിൽ നിന്നും 65 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഗീർവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഗീർവനങ്ങളുടെ പ്രത്യേകത അറിയാലോ അല്ലേ? ഏഷ്യൻ സിംഹങ്ങളെ കാണപ്പെടുന്നത് ഗീർവനങ്ങളിലാണ് എന്ന് നമുക്കെല്ലാം നേരത്തെ അറിയാം. അപ്പോൾ ഗുജറാത്തിലാണ് ഗീർവനങ്ങൾ. അങ്ങനെ 1000 രൂപയ്ക്കുള്ള ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്തത് എന്തെന്ന് ചോദിച്ചാൽ പലരും എഴുതി കാണുന്നത് മുൻകോപം എന്നാണ്. ഒരു 99% ആളുകൾ എഴുതുന്നത് ഭയങ്കര ദേഷ്യമാണ്, മുൻകോപക്കാരാണെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഞാനൊരു സിനിമയിൽ അഭിനയിച്ച ആളായതുകൊണ്ടും അല്ലെങ്കിൽ എന്റെ മുഖം കണ്ടാൽ മറ്റുള്ള ആൾക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാനൊരു ബാങ്കിൽ ചെന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ചിലപ്പോ എന്നോട് നല്ലതുപോലെ പെരുമാറിയെന്നിരിക്കും എല്ലാവരും. അങ്ങനെ പെരുമാറാറുണ്ട്. എനിക്ക് എല്ലായിടത്തുനിന്നും നല്ല പെരുമാറ്റം തന്നെയാണ് എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് പല ബാങ്കിന്റെ പല ബ്രാഞ്ചിലും വളരെ റാഷായിട്ട് ആളുകൾ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പണം അടയ്ക്കാൻ, എന്റെ പണം ഞാൻ ജോലി ചെയ്തുണ്ടാക്കി എന്റെ പണം അടയ്ക്കാൻ ഞാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ കൗണ്ടറിൽ നിൽക്കുന്ന കാഷ്യർ എന്നോട് പറയും, മാറി നിൽക്കും, പിന്നെ വിളിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറയും. എന്നിട്ട് അവിടെ നിൽക്കുന്ന വേറെ സ്റ്റാഫുമായിട്ട് അയാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കും. അവസാനം ഞാൻ അടയ്ക്കേണ്ട പൈസ, എന്റെ ഒരു ചെക്ക് അന്ന് പാസ്സായി പോകേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ അടയ്ക്കേണ്ട പൈസ 14,628 രൂപയാണെങ്കിൽ ഞാൻ 14,000 അല്ലെങ്കിൽ 15,000 രൂപ അടയ്ക്കുന്നു എന്ന് വിചാരിക്കാം. അതിൽ 14,750 രൂപയും നോട്ടും 250 രൂപ ചില്ലറയാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ പെയിൻ സ്ലിപ്പിൽ അവസാനം എന്തിനാണ് സാർ കോയിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്? അത് പലതും എഴുതും, ഇവിടെ കോയിനൊന്നും നടക്കാൻ പറ്റില്ല, എനിക്ക് തന്നാലും സമയം എടുത്തുണ്ട്. അങ്ങനെ റാഷായിട്ട് പെരുമാറുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ വർക്ക് പ്രഷർ കൊണ്ടൊക്കെ വരാറുണ്ട്. പിന്നെ പണ്ടത്തെ അവസ്ഥയല്ല, ഇപ്പോഴൊക്കെ ഒരുപാട് മാറി. നമ്മൾ കസ്റ്റമർ സർവീസ് മാറി. ഇപ്പോ അതേ ബാങ്ക് ഉദ്യോഗസ്ഥൻ കസ്റ്റമറുടെ വീട്ടിൽ പോയി പണം വാങ്ങിക്കേണ്ട ഒരുപാട് മാറിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ബാങ്കിൽ അങ്ങനെ പെരുമാറാറില്ല, വീട്ടില് ബന്ധുക്കളോട് കൂടുതലായിട്ട്. മുൻകോപം ഇല്ലാതിരിക്കട്ടെ, അത് നമുക്കുണ്ടാവാൻ പാടില്ല. ദേഷ്യം എന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും എഴുതി കാണുന്നു മുൻകോപം. അപ്പൊ ഇത്രയും മുൻകോപമുള്ള ആളുകളാണോ ഈ പച്ചക്കുതിരയിൽ പങ്കെടുക്കാൻ വരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ മുൻകോപം ഇനി കോപിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കണം. ഓക്കെ അനിൽകുമാർ, അപ്പോൾ നമുക്ക് 2000 രൂപയ്ക്കുള്ള ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പച്ചക്കുതിര, രണ്ടാമത്തെ ചോദ്യം. ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടെ കാർട്ടൂണാണ്? പച്ചക്കുതിര, ഓപ്ഷൻസ്. എ ജി അരവിന്ദൻ, ബി പത്മരാജൻ, സി ജോൺ എബ്രഹാം, ഡി നാഗവള്ളി RS കുറുപ്പ്. എ ജി അരവിന്ദൻ. സമയം പോലും ആവശ്യമില്ല അല്ലേ? വളരെ കോൺഫിഡന്റ് ആണ്. കൺഫേം ചെയ്യാമോ? തീർച്ചയായും. എ ജി അരവിന്ദൻ. ചെറിയ മനുഷ്യനും വലിയ ലോകവും കാർട്ടൂൺ വായിച്ചിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. ഏത് പ്രസിദ്ധീകരണത്തിലാണ് വന്നതെന്ന് ഓർക്കുന്നുണ്ടോ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ്. മാതൃഭൂമിയുടെ ചെറിയ മനുഷ്യനും വലിയ ലോകവും ബോബനും മോളിയും ഒക്കെയാണ് നമുക്ക് മാഗസിൻ പുറകിൽ നിന്ന് മറിക്കാനുള്ള ഒരു സ്വഭാവം ഉണ്ടാക്കി തീർത്ത കാർട്ടൂണുകളാണ് അല്ലേ? അപ്പോ ചെറിയ മനുഷ്യനും വലിയ ലോകവും അരവിന്ദൻ സാറിന്റേതാണ്. ജി അരവിന്ദൻ തന്നെയാണ് പിന്നീട് പ്രശസ്തനായ സംവിധായകനായി മാറിയതും എന്നും അറിയാം. അപ്പൊ പച്ചക്കുതിരയോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരം. പച്ചക്കുതിര ശരിയായ ഉത്തരം കാണിച്ചെന്നാൽ. എ ജി അരവിന്ദൻ ശരിയായ ഉത്തരമാണ്. അങ്ങനെ 2000 രൂപയ്ക്കുള്ള നന്ദിലത് ജി മാർട്ട് നൽകുന്ന ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. സതിയും മുൻകോപക്കാരിയാണോ? ഇല്ല ഇല്ല.
ദേഷ്യപ്പെടാറില്ല. ഇല്ല. കുട്ടികളോടൊക്കെ വളരെ ക്ഷമയോടുകൂടി പെരുമാറുന്ന ടീച്ചറാണ് അല്ലേ? മാത്സ് ആണ് പൊതുവെ കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിന്റെ ഒരു തന്ത്രം പിടികിട്ടിയാൽ പിന്നെ മാത്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയവുമാണ് അല്ലേ? എഴുതുന്ന എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്ന വിഷയമാണ്. ഒരുപാട് കുട്ടികൾക്ക് 100-ൽ 100 മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റാണ് മാത്സ്. പഠിപ്പിക്കാൻ നല്ല എളുപ്പമാണ്, പഠിപ്പിക്കാൻ വിഷമാണ്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, പക്ഷെ ഒരു 80% കുട്ടികൾക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് പഠിപ്പിക്കാൻ വിഷമാണ്. മാത്സിനോട് എപ്പോഴും കുട്ടികൾക്ക് അങ്ങനെയാണ്, കണക്ക് കൂട്ടുന്ന കാര്യത്തിലായാലും. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഒരു വിഷയമാണ് മാത്സ്. പിന്നീട് എഞ്ചിനീയറിംഗിന് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ പഠനത്തിന് പോകുമ്പോഴും എല്ലാം മാത്സാണ് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്ട്. പക്ഷേ കുട്ടികളത് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. ക്ഷമയോടുകൂടി തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ. അപ്പോൾ 4000 രൂപയ്ക്കുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, മൂന്നാമത്തെ ചോദ്യം. 2016 ഒളിമ്പിക്സ് എവിടെ വെച്ച് നടക്കും? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ മോസ്കോ, ബി ബ്യൂണസ് അയേഴ്സ്, സി റിയോ ഡി ജനീറോ, ഡി ടോക്കിയോ. യുവർ ടൈം ബിഗിൻസ് നൗ. 30 സെക്കൻഡുകളുണ്ട്. ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. സി റിയോ ഡി ജനീറോ. സി റിയോ ഡി ജനീറോയിൽ വെച്ചായിരിക്കും 2016 ഒളിമ്പിക്സ് നടക്കുക എന്നാണ് പറയുന്നത്. കൺഫേം ചെയ്തോട്ടെ. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. സി റിയോ ഡി ജനീറോ. ശരിയായ ഉത്തരമാണോ? ആണോ? പച്ചക്കുതിരയോട് ചോദിക്കാമോ? പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം. 4000 രൂപയ്ക്കുള്ള ഗൃഹോപകരണങ്ങളാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ബ്രസീലിലാണ് സിഒ ഡി ജനീറോ. 2016 ബ്രസീലിൽ വെച്ച് ഈ ഒളിമ്പിക്സ് നടന്നു കഴിഞ്ഞാൽ ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. ഒളിമ്പിക്സ് നടക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യമായി ബ്രസീൽ മാറും. അപ്പോൾ 2016 നമുക്ക് റിയോ ഡി ജനീറോയിൽ വെച്ചായിരിക്കും ഒളിമ്പിക്സ് നടക്കുക. അപ്പോൾ 4000 രൂപയ്ക്കുള്ള നന്ദിലത് ജി മാർട്ടിന്റെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 8000 രൂപയ്ക്കുള്ള സമ്മാനം ലഭിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വി വിൽ ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. 4000 രൂപയ്ക്കുള്ള സമ്മാനങ്ങൾ നേടി അനിൽകുമാറും സബിയും എന്റെ മുന്നിലുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു സംശയവുമില്ലാതെ അതാണോ ഇതാണോ എന്നൊന്നും ഒട്ടും സംശയിക്കാതെയാണ്, വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോ 8000 രൂപയ്ക്കുള്ള ചോദ്യം ചോദിക്കുമ്പോൾ റീപ്ലേസ്മെന്റിനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ ചോദ്യം കണ്ടതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറി പകരമായി മറ്റൊരാൾക്ക് വരാവുന്നതാണ്. ഞാൻ ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ പിന്നീട് മാറാനുള്ള സമയം ഉണ്ടാവില്ല. അതിനൊന്നും വേണ്ടി വരില്ല അല്ലെ? ചോദ്യം കണ്ടാൽ ചിലപ്പോൾ ഉത്തരം നമുക്ക് തന്നെ അറിയാമായിരിക്കും. പച്ചക്കുതിര, 4ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് ഏത്? റീപ്ലേസ്മെന്റ് വേണം. ആരാണ് റീപ്ലേസ് ചെയ്യുന്നത്? സതിയാണ്. പകരം ആരാണ് വരുന്നത്? വിനോദ്. വെൽക്കം ടു പച്ചക്കുതിര. വിനോദ്, നമസ്കാരം. സതിക്ക് കുറച്ചുകൂടെ വിശ്വാസം വിനോദിനെയാണ്. ഭർത്താവായിരിക്കും ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയുക എന്നാണ് സതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞ് സതി സീറ്റ് മാറി തന്നത്. ഓപ്ഷൻസ് തരട്ടെ? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ ആര്യനാട്, ബി അമ്പൂരി, സി വെള്ളനാട്, ഡി വെമ്പായം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി വെള്ളനാട്. സി വെള്ളനാടാണെന്നാണ് പറയുന്നത്. കൺഫേം ചെയ്യാമല്ലോ? ഓക്കെ. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. സി വെള്ളനാട്. ഒരു സ്കൂൾ ടീച്ചർക്ക് എങ്ങനെ ഇത്ര കൃത്യമായി ഇത്ര പെട്ടെന്ന് സി വെള്ളനാട് എന്ന് ഓപ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എന്റെ ഒരു അത്ഭുതം. ആദ്യ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാടാണെന്ന് കേട്ടിട്ടുണ്ടോ മുമ്പ്? വായിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടായിരുന്നു. വായിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ട്. എങ്ങനെ, ധാരാളം വായിക്കുമോ? വായിക്കുന്ന ശീലമുണ്ട്. സ്കൂളിൽ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? സ്കൂളിൽ ഞാൻ പ്രൈമറി സ്കൂളിലാണ്. അവിടെ സയൻസ്,
ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ആ പ്രൈമറി സ്കൂളുകളിലെ ഒരു രീതി അങ്ങനെയാണല്ലോ. അതെ അതെ അതെ. ഒരു ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നത്, ചിലപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് 4ാം ക്ലാസ് വരെയുള്ളത്, 7ാം ക്ലാസ് വരെയുള്ള കുട്ടി അപ്പർ പ്രൈമറി സ്കൂളിലാണ്. ഓക്കെ. ഏത് ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്? 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും. 7ാം ക്ലാസ്. 5ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുഞ്ഞു കുട്ടികളാണ്. വളരെ കുഞ്ഞു കുട്ടികളാണല്ലേ? അവരായിട്ട് ഇടപെടാൻ നല്ല രസമാണ്. ഇപ്പൊ വളരെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സൊക്കെ. അതെ അതെ അതെ. ഇപ്പൊ അങ്ങനെ വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പഠന രീതിയൊക്കെ. പണ്ടത്തെ പോലെ വഴിയെടുത്തുള്ള പഠനമൊക്കെ ഇല്ല. അല്ല, അത് വീടുകളിൽ നിന്ന് തന്നെ ആ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അച്ഛനും അമ്മയും അല്ലെ കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയും കുട്ടികൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ വളരെ സ്വതന്ത്രമായിട്ടാണ് കുട്ടികൾ. അതുപോലെ തന്നെയാണ് അധ്യാപകരോട്. അതെ അതെ. വളരെ നല്ലൊരു പ്രവണതയാണത്. എല്ലാവരും സന്തോഷമായിട്ട് സ്നേഹമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ഞങ്ങളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അധ്യാപകരും കുട്ടികളും തമ്മിൽ ഇടപെടുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പച്ചക്കുതിരയോട് ചോദിക്കുക ഏതാണ് ശരിയായ ഉത്തരം. പച്ചക്കുതിര, ശരിയായ ഉത്തരം ഏതാണ്? സി, വെള്ളനാട് ശരിയായ ഉത്തരമാണ്. 2003 ഇൻഫർമേഷൻ കേരള മിഷന്റെ ഈ ഗവർണൻസ് പരിപാടിയുടെ ഭാഗമായ ആദ്യ സംരംഭം ഈ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്തായി ഈ പഞ്ചായത്തിനെ സെലക്ട് ചെയ്തത്. സി, വെള്ളനാട്. അപ്പോൾ 8000 രൂപയ്ക്കുള്ള സമ്മാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അടുത്തത് 16,000 രൂപയാണ് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത്. 16,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 5ാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, 5ാമത്തെ ചോദ്യം. ISROയുടെ GPS ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം സംവിധാനത്തിന്റെ പേര്. ഓപ്ഷൻസ് പ്ലീസ്. എ, ആംഗൻ. ബി, ഗഗൻ. സി, അംബർ. ഡി, ആകാശ്. യുവർ ടൈം ബിഗിൻസ്. 30 സെക്കൻഡുകളുണ്ട്. നല്ലതുപോലെ ആലോചിക്കാം. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റത്തെക്കുറിച്ച് അറിയാമായിരിക്കും. ISROയുടെ GPS സിസ്റ്റത്തിന്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇനിയും സി, അംബർ. സി, അംബർ കൺഫേം ചെയ്യാം. ഓക്കെ, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. സി, അംബർ. കൃത്യമായി അറിയാമായിരുന്ന ഉത്തരമാണോ അതോ? കൃത്യമായി അറിയില്ല. പലതും ആലോചിച്ച് ഗഗനാണോ ആകാശാണോ അതോ ആംഗനാണോ അംബറാണോ എന്നിൽ നിന്ന് രണ്ടുപേരും കൂടെ തീരുമാനിച്ചതാണ് സി, അംബർ. പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ISROയുടെ GPS സംവിധാനത്തിന്റെ പേരെന്താണ്? സോറി, ഗഗൻ ആണ് ശരിയായ ഉത്തരം. ഗഗൻ. GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ, അതാണ് ഗഗൻ. അതിന്റെ ഫുൾ ഫോം അതാണ്. GPS എയ്ഡഡ് ജിയോ ഓഗ്മെന്റഡ് നാവിഗേഷൻ എന്ന ഗഗൻ എന്നാണ് ISROയുടെ GPS സംവിധാനത്തിന്റെ പേര്. അത് ശരിയായി പറയാൻ സാധിക്കാത്തതുകൊണ്ട് 8000 രൂപയ്ക്കുള്ള നന്ദിലത്ത് മാറ്റ് നൽകുന്ന ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നേടിയിരിക്കുകയാണ്. കാണാം നമുക്ക് വീണ്ടും. വന്നതിനും പങ്കെടുത്തതിനും ഒരുപാട് നന്ദി, സന്തോഷം. അപ്പോൾ നന്ദിലത്ത് മാറ്റ് നൽകുന്ന 8000 രൂപയ്ക്കുള്ള ഗൃഹോപകരണങ്ങളാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. പ്രതീക്ഷകളുടെ ചിറകിലേറി പച്ചക്കുതിരയുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇന്ന് തൽക്കാലം പച്ചക്കുതിര ഒരു വിശ്രമത്തിലേക്ക്